നമ്മുടെ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ശ്രീ ടി വീരസ നിങ്ങളുടെ സാന്നിധ്യം ആണ് ഈ സ്കൂളിന്റെ ഒരു വിജയം. അതുപോലെ ഉണ്ടായിരിക്കണമെന്ന അഭ്യർത്ഥന കൂടിയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷവും അത് ആവർത്തിക്കുന്നതാണ് ഞങ്ങളുടെ കുട്ടികളുടെ വിജയം. അതിന് നിങ്ങൾ എല്ലാവരും അതായത് ക്ലാസ്സിൽ ഓരോ വിദ്യാഭ്യാസ മേഖലയിൽ എത്തിപ്പെടുന്ന ഓരോ യോഗ്യതകളും ഇന്ന് ഈ തൃക്കാപ്പുഴ സ്കൂളിൽ നിന്ന് ഒരു കൊണ്ടുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഈ പ്രദേശവാസികൾക്ക് ഈ കമ്മിറ്റികളൊക്കെ സജ്ജമായിട്ട് ഈ വിദ്യാലയത്തിന്റെ ഏറ്റവും കൊണ്ടുകൊണ്ടാക്കാം. ഈ വിദ്യാലയം ഒരു പൊതുവിദ്യാലയം മാത്രമാണ് വിദ്യാലയം തൃക്കാപ്പുഴ സ്കൂളിൽ. 95 വർഷം കടന്നു വന്ന സ്കൂളിൽ ഒരു മുസ്ലിമിന്റെ പേര് പോലും നാട്ടുകാർക്ക് പറയാമോ പ്രദേശവാസികളും പറയുന്നില്ല. അഭിമാനം കൊള്ളുന്ന ഈ വിഷയത്തിൽ എന്റെ പ്രിയപ്പെട്ട മനുഷ്യർക്കും വേണ്ട എടുക്കാൻ പറ്റുന്ന പറയാം. ഞാൻ ഗവൺമെന്റ് പഞ്ചായത്തിൽ മെമ്പറാണ്. നമ്മുടെ ഈ പല വിദ്യാലയങ്ങളിൽ ഈ പഞ്ചായത്തിലും പുറ പഞ്ചായത്തിലുണ്ട്. അവിടുന്നെല്ലാം നമ്മുടെ വിദ്യാലയത്തിന്റെ അഭിമാനം കൊള്ളുന്ന വാക്കുകളാണ് എനിക്ക് പല സ്ഥലത്തുനിന്നും കേൾക്കാൻ പറ്റുന്നത്. അത് നാട്ടിന്റെ മതേതര കെട്ടിട്ടുറപ്പിന്റെ ഒരു മെയിൻ ഘടകമാണെന്ന് ഒരു സംശയം കാണാം. അതുകൊണ്ടാണ് നമ്മൾ ഈ വിദ്യാലയത്തിന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമ്മൾ സിപിടി വിളിക്കുമ്പോൾ ക്ലാസ് മീറ്റിംഗ് വിളിക്കുമ്പോൾ PTA മീറ്റിംഗ് വിളിക്കുമ്പോൾ നിർബന്ധമായി ഓരോ രക്ഷിതാവും ഈ വിദ്യാലയത്തിൽ കടന്നു വെക്കണം. എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് മക്കൾ നിർവഹിക്കേണ്ട കടമ അവരുടെ രക്ഷിതാക്കളുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ അധ്യാപകർ പറയുന്നത് എന്താ, മക്കളെ ഞങ്ങൾ എങ്ങനെ പൊന്നുപോലെ വാർത്തെടുക്കാനും പൊന്നുപോലെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ ഓരോ ക്ലാസ് അവരവരുടെ മക്കളെ വിദ്യാഭ്യാസ യോഗ്യത പല മക്കൾക്കും പല യോഗ്യതകളാണ്. വിദ്യാഭ്യാസമില്ലാത്ത മക്കളുണ്ട്, പലരുടെ കഴിവുള്ള മക്കളുണ്ട്. ആ യോഗ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വിദ്യാലയത്തിന്റെ ഓരോ ഘടകങ്ങളും നാട്ടുകാർ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാർ അറിയണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. അത് നമ്മുടെ കറൂർ ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ നടന്നു 1.5 ലക്ഷം രൂപ കൊണ്ട് സ്മാർട്ട് ക്ലാസും ലോകത്തുള്ള ടെക്നോളജി ഉപയോഗിച്ചുള്ള ഏത് കാര്യങ്ങളും മക്കൾക്ക് പഠിക്കാനുള്ള യോഗ്യത ആ ക്ലാസ്സുകളിലുണ്ട്. അതും ഓരോ രക്ഷിതാവ് കഴിഞ്ഞ പഞ്ചായത്തിന്റെ നേതൃത്വം കൊടുക്കുന്നതാണ്. പൊതുവിദ്യാലയങ്ങളിൽ പഞ്ചായത്ത് 1.5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് അതിന്റെ ഓരോ സ്ഥാപന ടൈമുള്ള അധ്യാപകർ ചോദിക്കുക, അതിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം. എന്നിട്ട് അത് മക്കൾക്ക് വീട്ടിൽ ചെന്ന് പറഞ്ഞു മനസ്സിൽ കൊടുക്കും. ഇതിന്റെ പോലെ വിദ്യാർത്ഥികളുണ്ട്. അത് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഈ കറൂർ ഗ്രാമപഞ്ചായത്ത് ഞങ്ങളുടെ മക്കൾക്ക് അതിന്റെ ഉപകാരം കിട്ടിയെന്നത് പഞ്ചായത്തിന് അറിയപ്പെടാൻ അതിന്റെ പഞ്ചായത്തിന് മറ്റുള്ള പ്രിയപ്പെട്ട നാട്ടുകാര് ശക്തമായിട്ട് നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസ നേടിക്കൊണ്ട് ഈ ധന്യമായ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ നിർവഹിച്ചു. നന്ദി, നമസ്കാരം. കൊച്ചു കൂട്ടുകാരെ, രക്ഷിതാക്കളെ, മറ്റു സുഹൃത്തുക്കൾ, വളരെ മനസ്സ് നിറഞ്ഞ ഒരു സന്തോഷവും ഈ സമയത്ത് ആ ചടങ്ങിലെ എല്ലാവിധ ആശംസകള് അതോടൊപ്പം 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒന്ന്, ഉണ്ണീഷമായിട്ട് നാമപ്രസംഗത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ വിദ്യാലയം ഒരു മതേതര വിദ്യാലയം, ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ സാധാരണക്കാരന്റെ മക്കൾ പഠിക്കാൻ കഴിയുന്ന. കഴിഞ്ഞ കാലങ്ങളൊക്കെ തന്നെ നമ്മുടെ അവസ്ഥ PTA പ്രസിഡന്റ് തന്നെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ രീതിക്കൊക്കെ തന്നെ മാറ്റം വന്നു. പണ്ട് വീട്ടിലെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി കുട്ടികളെ, കാരണം ഉച്ചയ്ക്ക് ഉപ്പുമാവ് കിട്ടും, അല്ലെങ്കിൽ ചോറ് കിട്ടും, അല്ലെങ്കിൽ കഞ്ഞി കിട്ടും എന്ന് വീട്ടിലെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന ആ കാഴ്ചപ്പാട് മാറി. അപ്പോ വിദ്യാർത്ഥിയോടൊപ്പം തന്നെ രക്ഷിതാക്കൾക്ക് കൂടി പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ സൗകര്യം ആ ഒരു സാഹചര്യം കൃത്യമായി നമുക്ക് മുന്നേറാൻ കഴിയും. നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും, ഒരു കേരളത്തിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ വെല്ലുന്ന തരത്തിലുള്ള എല്ലാ ഭൗതിക സാഹചര്യവും നിങ്ങൾക്കും ഏത് കോണിലുള്ള കാര്യങ്ങൾ കൃത്യമായി അറിയാൻ കഴിയുന്ന സ്മാർട്ട് ബോർഡുകൾ, ഏതാണ്ട് 1.5 ലക്ഷം സ്മാർട്ട് ബോർഡുകൾ, ഇതൊക്കെ നമ്മളെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട.
ആ കുട്ടികളുടെ പഠനത്തിൽ ഒരുപാട് ചെറുപ്പക്കാരാണ് നമ്മുടെ സ്കൂളിൽ ഇന്നത്തെ ഇതുള്ളത്. കാരണം പറയാൻ ഏറ്റവും വളരെ ചെറുപ്പമാണ്. ആനൊക്കെ വിദ്യാലയങ്ങളിൽ അതൊക്കെ തന്നെ വരുന്ന നോട്ടീസുകളിൽ കൃത്യമായി പ്രതികരിച്ചുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുന്നതിന് മാത്രം പറഞ്ഞുകൊണ്ടിലേക്ക് കടന്നു വന്ന കൊച്ചു കുട്ടികൾക്ക് എല്ലാവിധ ആശംസകളും. ഇത്ര രക്ഷിതാക്കളും കുട്ടികളും നടന്ന സർവീസ് ഞാനിപ്പോൾ ഒരുപാട് കാലം മുന്നേ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ജനസംഘ സദസ്സൊന്നും ഉണ്ടായിട്ടില്ല. നല്ലതാണ്, ഓടിന് ഉപയോഗം നല്ലതാണ്. പക്ഷേ ഉയർന്ന ആൾക്കാർക്ക് തന്നെ അതുകൊണ്ട് ജീവിതം നല്ല കൈയ്യടി ഒരാൾ കൂടി അത് LKG അല്ലേ? സമ്മാനം ആ ക്ലാസ് ടീച്ചേഴ്സ് നൽകുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ കേൾക്കണം. അത് കഴിഞ്ഞ് അധ്യാപക സംഗമത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് രക്ഷിതാക്കൾക്കും ഒരു ബോധവൽക്കരണ ക്ലാസ്, അവയർനെസ് ക്ലാസ് ഉണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇവിടെ ഇരിക്കണം. അത് കഴിഞ്ഞ് അതിന്റെ ഡൗട്ട്സ് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് മാത്രമേ ഇവിടെ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ അതുൽ മാഷാണ്. അതുൽ മാഷ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഓക്കെ. അപ്പോൾ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് നല്ല അടിപൊളി പായസമാണ് കാണുന്നത്. നല്ല അടിപൊളി സേമിയ പായസം.